ഹലോ മക്കൾസ്, ബാബു സാറാണേ. മക്കളെ, നമ്മുടെ ഹിന്ദി പരീക്ഷയിൽ A+ നിർണ്ണയിക്കുന്നതിന് വളരെ സഹായകരമാകുന്ന ഒരു ചോദ്യമാണ് നമുക്ക് പോസ്റ്റർ തയ്യാറാക്കി എന്നുള്ളത്. ഉറപ്പായും ഒരു പോസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഉണ്ടാവും. പോസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, പോസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? പോസ്റ്ററിൻ്റെ പേപ്പറിലെ ഏതാണ്ട് ഒരു 60% ഭാഗമെങ്കിൽ നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കണം. ഒരു 60% ഭാഗമെങ്കിലും. അപ്പോൾ നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗത്തിൽ വലുതാക്കി നമ്മൾ പോസ്റ്റർ നമ്മൾ ആദ്യം വരയ്ക്കണം. ഓക്കെ, പോസ്റ്റർ വരച്ചതിന് ശേഷം അതിലൊരു ബോർഡറൊക്കെ ഇട്ട് വൃത്തിയായിട്ട് വേണം നിങ്ങൾ അതിൻ്റെ അകത്ത് പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ. അങ്ങനെ പോസ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ പേനയും പെൻസിലും മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവൂ. 2 തരം പോസ്റ്ററുകളാണ് നമുക്ക് വരാനുള്ളത്. ഒന്ന്, പബ്ലിക് ഇൻഫർമേഷൻ ആയുള്ള രീതിയിലുള്ള പോസ്റ്ററുകൾ വന്നേക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്നൊരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട രീതിയിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നടക്കുന്നൊരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട രീതിയിൽ ഒരു പോസ്റ്റർ വന്നേക്കാം. എന്ത് തന്നെയായാലും ഇത്തരം സ്കൂളുമായി അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട പോസ്റ്ററാണ് നിങ്ങൾക്ക് കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത്. അങ്ങനെ വരുമ്പോൾ പരമാവധി ചെറുതും വലുതുമായ ഒരു 10 വരി ഉണ്ടായാൽ മതി. പോസ്റ്ററിൽ പരമാവധി ചെറുതും വലുതുമായ ഒരു 10 വരി ഉണ്ടായാൽ മതി. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നിങ്ങൾക്ക് 1, 2, 3, 4 പോയിന്റുകൾ തന്നേക്കാം പോസ്റ്ററിലേക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ വലുതാക്കി ഗംഭീരമായിട്ട് എഴുതണം. ഓക്കെ, ഇല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നെ, ചോദ്യ പേപ്പറിൽ തന്നെ നിങ്ങൾക്ക് ചോദ്യത്തിന് മുകളിൽ തന്നെ 2, 3, 4 വാക്കുകൾ മുറിച്ച് നിങ്ങൾക്ക് ഈ പോസ്റ്ററിൻ്റെ ഹെഡിങ് ഉണ്ടാക്കാനുള്ള വാക്കുകൾ കിട്ടും. അങ്ങനെ വരുമ്പോൾ നമുക്ക് പോസ്റ്റർ ഫുൾ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അങ്ങനെ ചോദ്യം വന്നാൽ എങ്ങനെ എഴുതാമെന്നുള്ള വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 6-7 പോസ്റ്ററുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. നോക്കൂ മക്കളെ, നമ്മളോട് ചോദിക്കുന്നത് ഒന്നിങ്ങനെയാണ്. നിങ്ങളുടെ നമുക്ക് പോസ്റ്റർ വരുന്ന പാഠത്തിലെ ഒന്ന് അയാം കലാം കെ ബഹാനെ എന്ന് പറഞ്ഞ പാഠവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്കൂളിൽ അയാം കലാം കെ ബഹാനെ എന്ന് പറഞ്ഞ അയാം കലാം എന്ന് പറഞ്ഞ സിനിമ പ്രദർശിപ്പിക്കാൻ പോകുന്നു. ഇതിൻ്റെ സന്ദേശം നൽകുന്ന കുട്ടികളെല്ലാവരും ക്ഷണിച്ചു വരുത്തി പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. നീലമാധവ് പാണ്ഡെയുടെ അയാം കലാം സിനിമയുടെ പേരാണ്. ഓക്കെ, സിനിമാ പ്രദർശൻ, അത് നമുക്ക് സിനിമാ പ്രദർശൻ ചോദ്യത്തിനകത്ത് നിന്ന് കിട്ടി. അപ്പോൾ അയാം കലാം എന്ന സിനിമേൻ്റെ പേര് ചോദ്യത്തിലുണ്ട്. സിനിമാ പ്രദർശൻ എന്നുള്ളത് ചോദ്യത്തിൻ്റെ അകത്തുണ്ട്. ഇത്രയും എഴുതി വെച്ചു. പിന്നെ നീലമാധവ് പാണ്ഡേക്ക് എന്നുള്ളത് നമ്മൾ ഡയറക്ടറുടെ പേര് നമ്മളൊന്ന് എഴുതിയുന്നുള്ളൂ. ഇത്രയും കഴിഞ്ഞാൽ പോസ്റ്റർ ബാക്കി സ്കൂളിൽ നടക്കുന്ന ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് എന്തായാലും നമ്മൾ ഇതിങ്ങനെ എഴുതണം. എന്തോ നോക്ക്, 10 ആഗസ്റ്റ് 2025 സവേരെ 10 ബജെ, രാവിലെ 10 മണിക്ക് സ്കൂൾ സഭാഗൃഹമേ, സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സബ്കാ സ്വാഗത്, എല്ലാവരും നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം. ഇങ്ങനെ സ്കൂൾ ഹിന്ദി ക്ലബ്ബാണ് ഈ പോസ്റ്റർ ഉണ്ടാക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്ക്, 1, 2, 3, 4, 5, 6, 7, 8 ഈ പോസ്റ്ററിൽ 8 വരികൾ മാത്രമേ ഉള്ളൂ. പരമാവധി 10 വരെ ഞാൻ പറഞ്ഞത്. ഒരു 8 ആയാലും നമുക്ക് പോസ്റ്റർ കുഴപ്പമില്ല. ഇത്രയും മതി ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ. ഓക്കെ, ഇതിനെ നിങ്ങൾ അലൈൻമെൻറ്റൊക്കെ സെറ്റാക്കി വേണ്ടതൊക്കെ വലുതാക്കിയും ചെറുതാക്കി നിങ്ങൾ ഇതുകൊണ്ട് പോലെ എഴുതണം. ഓക്കെ, ഈ പോസ്റ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് വരാവുന്ന വേറൊരു പോസ്റ്റർ ചാർലി ചാപ്ലിൻ്റെ പാഠവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ സ്കൂളിൽ ചാർലി ചാപ്ലിൻ്റെ ഫിലിം ഫെസ്റ്റിവൽ നടത്താൻ തീരുമാനിച്ചു. അതുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റർ കുട്ടികളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള പോസ്റ്റർ ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ദുനിയാക്കെ സബ്സെ ബഡേ ഷോമേൻ, ലോകത്തിലെ ഏറ്റവും വലിയ ഷോമേൻ. ഇനി ദുനിയാക്കെ കിട്ടുന്നില്ലെങ്കിൽ തന്നെ സബ്സെ ബഡേ ഷോമേൻ എന്നുള്ള പാഠത്തിൻ്റെ ഹെഡിങ് എഴുതി വെച്ചാൽ മതി. ചാർലി ചാപ്ലിൻക്ക് ഫിലിം ഫെസ്റ്റിവൽ, അത് ചോദ്യത്തിൻ്റെ മുകളിലുണ്ട്. പോസ്റ്ററിൻ്റെ ഹെഡിങ് കഴിഞ്ഞു. ഇനി നമ്മൾ സ്കൂൾ നടക്കുന്ന ഫംഗ്ഷൻ ആയതുകൊണ്ട് സ്വാഭാവികം നമ്മളിങ്ങനെ എഴുതുന്നത് 10 സിതംബർ 2025, മാസം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. സവേരെ 10 ബജെ, രാവിലെ 10 മണി മുതൽ സ്കൂൾ സഭാഗൃഹമേ, സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സബ്കാ സ്വാഗത്, എല്ലാവർക്കും സ്വാഗതം, സ്കൂൾ ഹിന്ദി ക്ലബ്ബാണ് ഈ പോസ്റ്റർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്ക്, 1, 2, 3, 4, 5, 6, 7, 8 വരി, പരമാവധി 10 വരെ മതി. ഓക്കെ, ഇങ്ങനെ എഴുതി വെച്ചാൽ നിങ്ങൾ ഒരു 60% ഭാഗമെങ്കിലും പേപ്പറിൻ്റെ ബോർഡറൊക്കെ ഇട്ട് വൃത്തിയായിരിക്കും എഴുതണം. അതാണ് രണ്ടാമത്തെ ചാർലി ചാപ്ലിനുമായി ബന്ധപ്പെട്ട പാഠത്തിലെ പോസ്റ്റർ. ഇനി അടുത്തത് നിങ്ങളോട് ഠാക്കൂർ കാ കുഗാം എന്ന് പറഞ്ഞ പാഠവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ ചോദിച്ചാൽ, ഠാക്കൂർ കാ കുഗാം എന്ന് പറഞ്ഞാൽ ജോക്കുവിൻ്റെയും ഗംഗിയുടെയും 2 കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ട് സ്റ്റേജിൽ നാടകം അവതരിപ്പിക്കുന്നു. ആ നാടകം നിങ്ങൾ സ്കൂളിലെ കുട്ടികളാണ് അവതരിപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ എഴുതണം. ഉപന്യാസ സാമ്രാട്ട്, ഉപന്യാസ ചക്രവർത്തി ശ്രീ പ്രേംചന്ദ് ജി കെ. അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ പ്രേംചന്ദ് ജി കെ എന്ന് മാത്രം എഴുതുക. കഹാനി കാ രംഗാവിഷ്കാർ, കഥയുടെ രംഗാവിഷ്കാരം. ഇനി അതൊന്നുമില്ലെങ്കിൽ പ്രേംചന്ദ് ജി കെ നാടക്, പ്രേംചന്ദ് ജിയുടെ നാടകം എന്നെങ്കിലും എഴുതുക. ഠാക്കൂർ കാ കുഗാം എന്ന് ഹെഡിങ് എഴുതി. നാടക് പ്രസ്തുതീകരണം എന്ന് പറഞ്ഞാൽ അവതരിപ്പിക്കുന്നത് എന്നാണ്. 10വീം കക്ഷാക്കെ ഛാത്ര എന്ന വാക്കിൻ്റെ അർത്ഥം 10വീം 10ാമത്തെ കക്ഷാക്കെ ക്ലാസ്സിലെ ഛാത്ര കുട്ടികൾ എന്നാണ് അർത്ഥം. പിന്നെ നമ്മൾ സ്കൂൾ ഫംഗ്ഷനായിട്ട് ബന്ധപ്പെട്ടാകുമ്പോൾ ഇങ്ങനെ എഴുതണം. 5 ജനുവരി 2025 സവേരെ 10 ബജെ, രാവിലെ 10 മണി സ്കൂൾ സഭാഗൃഹമേ, സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സബ്കാ സ്വാഗത്, എല്ലാവർക്കും സ്വാഗതം, സ്കൂൾ ഹിന്ദി ക്ലബ്ബ്. ഓക്കെ, ഇങ്ങനെയാണ് ഈ പോസ്റ്റർ ഉണ്ടാക്കേണ്ടത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 വരികൾ മൊത്തം വരുന്നുള്ളൂ.
ഓക്കെ, ഇത് നമുക്ക് ഓർമ്മ ഠാക്കൂർ കാക്കുമായി ബന്ധപ്പെട്ട്. ഇനി ഈ പാഠവുമായി ബന്ധപ്പെട്ട് തന്നെ വേറൊരു ചോദ്യം ഇങ്ങനെ വന്നേക്കാം. ജാതി പ്രദ ഏക അഭിശാപ് ഹെ ചോദ്യമാണ്. ഇസ്കെ ലിയെ ജാതി പ്രദ ഏക അഭിശാപ് ഹെ. ഈ വിഷയപ്പുറ ജാതി പ്രദ എന്ന് പറഞ്ഞാൽ ജാതി സമ്പ്രദായം ഒരു ദുരവസ്ഥയാണ്. ഈ വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളെ സ്കൂളിൽ ഒരു സങ്കോഷ്ടി ചൽ രഹാ ഹെ, ഇസ്കയിലേക്ക് പോസ്റ്റർ തയ്യാർ കീജിയെ എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് ജാതി പ്രദ ജാതി സമ്പ്രദായം, ഏക അഭിശാപ് ഹെ ഒരു ദുരവസ്ഥയാണ്, സങ്കോഷ്ടി, സെമിനാർ എന്ന് എഴുതി 3 വാക്ക് നമുക്ക് ഹെഡിങ് ആയതും കിട്ടി. പിന്നെ സ്കൂളിൽ നടക്കുന്ന ഫംഗ്ഷൻ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ഇങ്ങനെ എഴുതിയാൽ മതി. 5 ഡിസംബർ 2025 നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാസം എഴുതിയാൽ മതി. സബരെ 10 ബജെ രാവിലെ 10 മണി സ്കൂൾ സഭാഗൃഹമേ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സബ്കാ സ്വാഗത് എല്ലാവർക്കും സ്വാഗതം, സ്കൂൾ അംബേദ്കർ ചിന്താമഞ്ച് അല്ലെങ്കിൽ സ്കൂൾ ഹിന്ദി ക്ലബ്ബ് എന്ന് എഴുതിയാൽ മതി. ഇങ്ങനെ വന്നാൽ ഇത് എഴുതണം. ഓക്കെ, വൃത്തിയും വെടുപ്പോടുകൂടി എഴുതണം. അടുത്ത നിങ്ങൾ ഫൂൽദേവ് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്ററാണ്. വസന്ത് മേരെ ഗാവ്ക എന്ന പാടുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റർ. ചോദ്യം ഇങ്ങനെയാണ്, ഫൂൽദേവ് ത്യോഹാർ കാ സന്ദേശ് ദേത്തെ ഹുയെ ഏക പോസ്റ്റർ തയ്യാർ കീജിയെ. ഫൂൽദേവ് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ, അതിൻ്റെ ഫൂൽദേവ് ഫെസ്റ്റിവലിൻ്റെ മെസ്സേജ് നൽകുന്ന പോസ്റ്റർ. അങ്ങനെയാണെങ്കിൽ ബച്ചോം കാ സബ്സെ ബഡ ത്യോഹാർ കുട്ടികളുടെ ഏറ്റവും വലിയ ഉത്സവം ഹിമാലയ വസന്തോത്സവ്, ഹിമാലയത്തിലെ വസന്തകാല ഉത്സവം. എന്താ പേര്? ഫൂൽദേവ് ത്യോഹാർ, ഫൂൽദേവ് ഫെസ്റ്റിവൽ. സാംസ്കൃതികോത്സവ് അതിൻ്റെ സാംസ്കാരിക പരിപാടി നടക്കുന്നു. നോക്ക് 2025 മെയ് 10 ഒരു മാസം നമ്മൾ കൊടുത്തു. ദരാദൂൺ അത് ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞ സംസ്ഥാനത്തിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. മസൂറി എന്ന് വേണമെങ്കിൽ മസൂറി കൊടുക്കുക, ദരാദൂൺ എന്ന് വേണമെങ്കിൽ ദരാദൂൺ കൊടുക്കുക. അതൊക്കെ അടുത്ത പ്രധാന സ്ഥലങ്ങളാണ്. എന്നിട്ട് നടക്കുന്ന പ്രോഗ്രാമുകൾ എന്താണ്? ഫൂലോം കി പ്രദർശനി പൂക്കളുടെ പ്രദർശനം, കലാകാര്യക്രം കലാപരിപാടികൾ, ചൗത്തി ഗീത് നാടോടി പാട്ടുകൾ, സാമൂഹിക ഭോജൻ സമൂഹ സദ്യ എന്നിവയുണ്ട്. സബ്കാ സ്വാഗത് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിൻ്റെ പേരാണ്. ഉത്തരാഞ്ചൽ എന്ന് പറയുന്നത് അഥവാ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത് രണ്ടും ഒന്ന് തന്നെയാണ്. ഫൂൽദേയി കലാസമിതി, ഉത്തരാഖണ്ഡ് ഫൂൽദേയി കലാസമിതിയാണ് ഈ പോസ്റ്റർ തയ്യാറാക്കുന്നത്. ഓക്കെ മക്കളെ, ഇനി നമ്മൾ ചോദിക്കാൻ പറ്റുന്നത് മറ്റൊരു ക്വസ്റ്റ്യനാണ്. ഗുഡലി തോ പരായി എന്ന് പറഞ്ഞ പാഠവുമായി ബന്ധപ്പെട്ടാണ്. ഇങ്ങനെയാണ് നമ്മളോട് ചോദിക്കുന്നത്, ഗുഡലി തോ പരായി എന്നുള്ള നാടകം നിങ്ങളുടെ സ്കൂളിൽ നടക്കാൻ പോകുന്നു, ഇതിൻ്റെ സന്ദേശം നൽകുന്ന പോസ്റ്റ് എഴുതാൻ പറഞ്ഞെങ്കിൽ നമ്മളിങ്ങനെ എഴുതണം. ശ്രീമതി കനക ശശി കെ കഹാനി കാ രംഗാവിഷ്കാർ, അല്ലെങ്കിൽ ശ്രീമതി കനക ശശി കെ എന്ന് മാത്രം എഴുതിയാൽ മതി. ശ്രീമതി കനക ശശി കെ കഹാനി കാ രംഗാവിഷ്കാർ, കഥയുടെ രംഗാവിഷ്കാരം, അല്ലെങ്കിൽ ശ്രീ കനക ശശി കെ ഗുഡലി തോ പരായി ഹേ, ഗുഡലി തോ പരായി എന്നുള്ളത് നാടക്. എന്നിട്ട് ഇങ്ങനെ എഴുതുക. പ്രസ്തുതീകരണം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു അവതരിപ്പിക്കുന്നത് എന്നാണ്. 10വീം കക്ഷാ കെ ഛാത്ര 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ 10 ഫെബ്രുവരി 2025 ഫെബ്രുവരി മാസം 2025 ഫെബ്രുവരി മാസം 10ാം തീയതിയാണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് ചെയ്താൽ സബരെ 10 ബജെ രാവിലെ 10 മണിക്ക് സ്കൂൾ സഭാഗൃഹമേ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സബ്കാ സ്വാഗത് എല്ലാവർക്കും സ്വാഗതം, സ്കൂൾ കലാസമിതി സ്കൂൾ ഹിന്ദി ക്ലബ്ബ് എന്നോ സ്കൂൾ കലാസമിതി എന്ന് എന്ത് വേണമെങ്കിലും ഇതാ. അങ്ങനെ എഴുതിയാൽ ആ പോസ്റ്ററായി. ഓക്കെ മക്കളെ, ഇനി നിങ്ങളോട് പറയുന്നത് ബാലവേല വിരുദ്ധ സന്ദേശം നൽകുന്നൊരു പോസ്റ്റർ നിങ്ങൾക്ക് ബച്ചേ കാംപർ ജാരഹ എന്ന പാഠവുമായി ബന്ധപ്പെട്ട് ചോദിച്ചേക്കാം. അങ്ങനെ ചോദിച്ചാൽ ഇതെൻ്റെ പോസ്റ്റർ എങ്ങനെയാണ്? ബാലവേല വിരുദ്ധ സന്ദേശം നൽകുന്ന പോസ്റ്റർ തയ്യാർ കീജിയെ എന്ന് പറഞ്ഞാൽ ബാലവേല ബാലശ്രം विरुद्ध दिन अले बालश्रम का रोकने का संदेश देते हुए एक പോസ്റ്റർ തയ്യാർ കീജിയെ. ബാലവേല തടയുന്നതിൻ്റെ മെസ്സേജ് നൽകുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ അങ്ങനെയും ചോദിച്ചേക്കാം. അങ്ങനെ ചോദിച്ചാൽ ഇതൊരു ഫംഗ്ഷൻ ആയിട്ടല്ല, സ്കൂളിൽ നടക്കുന്ന ഒരു പരിപാടിയല്ല, പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയുള്ള പോസ്റ്ററാണ്. അങ്ങനെ വരുന്ന സമയത്ത് ബാലശ്രം വിരുദ്ധ ദിൻ, ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12. ഓക്കെ, എന്നിട്ട് ബച്ചോങ്കോ, അത് ആ ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം. ബച്ചോങ്കോ ഖേലിനെ കുട്ടികളെ കളിക്കാനും ഓർ പഠനേതോ പഠിക്കാനും വിടൂ. ബച്ചേ കുട്ടികൾ ഫൂൽ ജൈസെ പൂക്കൾ പോലെ നിർമ്മൽ ഹേ നിർമ്മലമാണ്, സോഫ്റ്റാണ്. ബച്ചേ കൽ കി മഹാൻ ഹേ കുട്ടികൾ നാളെയുടെ മഹാന്മാരാണ്. ഭാരത് കി ഭവിഷ്യ ഇന്ത്യയുടെ ഭാവി ബച്ചോം പർ നിർഭർ ഹേ കുട്ടികളിലാണുള്ളത്. ഇന്ത്യയുടെ ഭാവി കുട്ടികളിൽ അടങ്ങിയിരിക്കുന്നു. ബാലശ്രം കാനൂനി അപരാധ് ഹേ, ബാലശ്രം എന്ന് പറഞ്ഞാൽ ബാലവേല, കാനൂനി എന്ന് പറഞ്ഞാൽ നിയമപരമായി, കാനൂൻ എന്ന് മാത്രം പറഞ്ഞാൽ നിയമം എന്നാണ്. എന്നാൽ കാനൂനി എന്ന് പറഞ്ഞാൽ നിയമപരമായി, അപരാധ് ഹേ തെറ്റാണ്. ശിശു സേവാ സമിതി, ശിശു സേവാ സമിതിയാണ് ഈ പോസ്റ്റർ ഇറക്കുന്നത്. ഓക്കെ, അങ്ങനെ അല്ലെങ്കിൽ സ്കൂൾ ഹിന്ദി ക്ലബ്ബ് എന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ സ്കൂൾ ബാലസമിതി എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ആരാണ് ഈ പോസ്റ്റർ തയ്യാറാക്കുന്നത് ചോദ്യത്തിനകത്തുണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പോസ്റ്ററുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇത്രയും പ്രധാനപ്പെട്ട പോസ്റ്ററുകൾ വെരി 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 ശ്രദ്ധയോടുകൂടി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് നിങ്ങൾ പഠിക്കണം. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് മെഗാ മാരത്തോണിൽ നമുക്ക് ചർച്ച ചെയ്യാം. നാളെ
ഷുവറായിട്ടും മോർണിംഗ് ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുക്കണം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ് നമ്മളവിടെ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഹിന്ദി പരീക്ഷ അടിച്ചു പൊളിച്ച് ഗംഭീരമാക്കി എഴുതാം. ഒരു ടെൻഷനും വേണ്ട. സൈലത്തെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾ സൈലത്ത് ഓർക്കും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. എല്ലാ വസ്തുക്കളും ഞങ്ങൾ ഇന്നലെയും ഇന്നും നാളെ മോർണിംഗ് ആയിട്ടും പറഞ്ഞു തരും. അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ബൈ.